ഈ ഫസ്റ്റ് പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അമർ അക്ബർ അന്തോണിയിലൊരു സീൻ ഉണ്ടല്ലോ, പാഷണം ഷാജി ചേട്ടൻ ഈ സ്റ്റേജിലേക്ക് മയങ്ങി വീഴുന്ന ഒരു സാധനം, ആ സെയിം സാധനം ചേട്ടൻ ഏതോ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കഥയാണത്. ആണോ? എനിക്ക് സംഭവിച്ചറിയല്ലേ, പാഷാണം ചെയ്ത വേഷമില്ലേ, അതായത് ഞാനൊരു സ്കൂളിലെ കൊച്ചുങ്ങള് മത്സരിക്കുന്നുണ്ട് ഈ മിമിക്രി മത്സരം. ഒരു കുറെ പേരൊക്കെ വലിയ പിള്ളേരൊക്കെ ഒന്ന് ചെയ്ത് പോയി. എൻ്റെ ബാക്കിലൊരു പയ്യൻ വന്നിട്ട് നേരെ വന്ന് തലറങ്ങിയിട്ട് വീണ് സ്റ്റേജിൽ. അപ്പം എല്ലാവരും കൂടെ എഴുന്നേറ്റ് ചാടി ഓടിയൊക്കെ ചെന്ന് അങ്ങനെ ബഹളം ഇതായി. കുറച്ച് ടൈമിനുള്ള ചാടി എഴുന്നേറ്റിട്ട് നമ്മളൊരു ആദ്യമായിട്ടൊരു കൊച്ചുകുട്ടി വേദിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര കയ്യടി ഇത്. അപ്പൊ ഞാനിത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. സൗണ്ടൊക്കെ ചെയ്യാന്നൊരു എൻ്റെ വീടിൻ്റെ അടുത്ത് നാട്ടിലൊരു പള്ളി പരിപാടി. അപ്പൊ അവിടെ രാവിലെ തൊട്ട് മിമിക്രി മത്സരമൊക്കെ കഴിഞ്ഞ് വെക്കുകയാണ് കുറെ പേരുടെ. ഫസ്റ്റൊക്കെ കൊടുത്ത് വിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അതിൻ്റെ കഴിഞ്ഞ് നാടകം തുടങ്ങാൻ പോവാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ ഉള്ളപ്പോഴും എന്നെ വെല്ലിച്ചന്റെ മക്കളാണ് കൊണ്ടുപോകണം എല്ലായിടത്തും. അപ്പൊ എന്നെയും കൊണ്ട് ഇവര് പോയി അവിടെ നിന്ന് അവിടെ ഒരു നീ കയറണം, മറ്റൊരു മിമിക്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഓഡിയൻസ് ഉണ്ട്, അപ്പൊ അവിടെ നീ ചെയ്തോളാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് ബാക്കി വിളിച്ചപ്പോൾ കമ്മിറ്റിക്കാരെ വിളിച്ച് പറഞ്ഞാൽ ഇവനൊരു മിമിക്രി ഉണ്ട്, ഈ നാടകം തുടങ്ങുമ്പോൾ നടക്കൂലെന്ന് പറഞ്ഞാൽ നാടകക്കാരോട് ചോദിച്ചാൽ കൊച്ചല്ല നമുക്ക് കയറിക്കോട്ടെ, അവന് കുഴപ്പമൊന്നുമില്ല, നമ്മളല്ല തടിമാടൻ്റെ കൂട്ടി നിൽക്കണമെന്നും. അപ്പോൾ 5 മിനിറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിയൻസ് ഇവിടം തൊട്ട് അങ്ങോട്ട് നിറച്ച് തിങ്ങിയിരിക്കുന്ന ആൾക്കാർ നാടകം കാണാൻ. ചുറ്റും മതിൽക്കെട്ടൊക്കെയാണ്, നമുക്ക് സൈഡൊന്നുമില്ല പോകാനായിട്ട്. നേരെ ഞാൻ കരറ്റം പൊങ്ങി ഞാൻ ചെന്നിട്ട് തല ഇറങ്ങിയിട്ട് വീണു. പക്ഷെ എൻ്റെ തല ഇറങ്ങാൻ പാളിപ്പോയി. തല ഇറങ്ങാനായിട്ട് അവർക്ക് തോന്നിയില്ല. ഞാൻ വീണിട്ട് ഇപ്പൊ കൈയടിക്ക് എനിക്ക് വരുമല്ല എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ഇടങ്ങണ്ണിട്ട് നോക്കുമ്പോ ഫ്രണ്ടിൽ നിന്നൊക്കെ എന്നെ ചീത്ത തെറിയാണ്. അപ്പൊ കറക്റ്റ് വലിക്കണം പറയാൻ പോടാ എനിക്ക് പോടാ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. ഞാനിട്ട് ഇവിടുന്ന് എഴുന്നേക്കണോ മരിക്കണോ മുട്ട് ചത്തുകൾ ഇങ്ങനെ അവിടെ ഇതിൽ വന്ന് പറയണ്ടേ ഇതാണ് ആദ്യമായിട്ട് കൊച്ചുകൂട്ടി എന്ന് പറയണ്ടേ ചെയ്യുന്നതെന്ന് പറയാനോ സമ്മതിക്കണം. അത്ര എന്നിട്ട് അവിടെ എഴുന്നേറ്റ് ചെന്ന് ഇതാണ് ആദ്യമായിട്ടൊരു കൊച്ചിട്ട് ഞാൻ ഓടി ബാക്കി പോയി അവിടെ നിന്ന് കരഞ്ഞ് അന്ന് അവസാനിപ്പിച്ച മിമിക്രി ഇനി ഇല്ല, കാരണം വിജയിക്കില്ല. പിന്നെ നാടകം തുടങ്ങി ലൈറ്റൊക്കെ ഓഫായതിനു ശേഷം ഇതിൽ കൂടി തന്നെ അവിടെ പോകാനായിട്ട് വേറെ വഴിയില്ലല്ലോ. ആരും കാണാതെ വിളിച്ച് വെല്ലിച്ചന്റെ മക്കളൊക്കെ വിട്ട് കളഞ്ഞതിന് മുമ്പ് തന്നെ. പിന്നെ എപ്പോഴും ഒരു പരിപാടിക്ക് കയറിയിട്ട് ആ ക്ഷീണം തീർത്ത് തരണം. പിന്നെ ആ ഐറ്റം പിന്നെ അപ്പൊ അത് ഞാൻ ബിബിൻ ജോർജിനോട് ഇടക്ക് വീട്ടിൽ വരുമ്പോഴേക്കോട് കൂടിയിരിക്കുമ്പോഴേക്കത് പറയുമ്പോ ചിരിക്കുമായിരുന്നു. അപ്പൊ ആ സീനാണ് നേരെ സിനിമയിലേക്ക് കയറ്റിയത്.